പറവ ചെയ്തപ്പോഴും ബിടെക് ചെയ്തപ്പോഴാണ് എനിക്ക് ബേസിക് ക്ലാസ് കിട്ടിയത്. ഓരോ ക്യാരക്ടേഴ്സും മാറി മാറി ചെയ്യാനാണ് ആഗ്രഹം. അല്ല, ഞങ്ങൾക്കത് ഇഷ്ടമല്ല. കാരണം അങ്ങനത്തെ റോളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ. ആദ്യം അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് ചോദിച്ചത്, പക്ഷെ അത് തന്നില്ല. മാർച്ച് പറഞ്ഞു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് നോക്ക്. മീശമാധവൻ സുഗണൻ പോകരുത്. പാട്ടിപ്പടം ബാസിഗർ ബാസി. നിങ്ങൾ എല്ലാവരും ആ പാട്ടിനകത്ത് വരുന്നുണ്ട്, ആ കല്യാണ പാട്ട്. ഞാൻ ഇല്ല, കണ്ടില്ലല്ലേ. അർജുൻ ചേട്ടനെ മിസ് ചെയ്തു. അത് ഞാൻ എടുത്ത് പറയാൻ വേണ്ടി. കണ്ടിട്ടില്ല, പാട് കണ്ടിട്ടില്ല. സെലിബ്രിറ്റി ആയതിനു ശേഷം കൊച്ചി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ എനിക്ക് പ്രശ്നം അല്ല, ക്രൗഡൊക്കെ ഒരു പ്രശ്നമില്ല. മാള് പറ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അർജുൻ ചേട്ടൻ പറയൂല, അത് കൊച്ചിയിലെ മറക്കാൻ പറ്റാത്തൊരു മെമ്മറി. കൊറേ പോലീസ് വെക്കുമ്പോ അവരെന്തായാലും അവസാനം ഫ്രീ ആയിട്ട് വിടുമല്ലോ. അപ്പൊ അത് സന്തോഷമുള്ളൊരു. എന്തിനൊക്കെ പോലീസ് ബുക്ക് ചെയ്ത്? അത് നിങ്ങളറിയണം. മാള് പറ. അയ്യോ, എനിക്കറിയില്ല എന്തിനാ ബുക്ക് ചെയ്യുന്നു. ഹലോ, ഞാനിന്ന് സൂപ്പർ എക്സൈറ്റഡ് ആണ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി യുവാക്കളുടെ താരങ്ങളായിട്ടുള്ള ദേവിക സഞ്ജയും മുബിൻ റാഫിയും അർജുൻ അശോകനും മാളവിക മേനോനുമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. ആദ്യം തന്നെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം താരപുത്രന്മാർ ഒന്നിക്കുന്നു. അത് നമ്മളൊക്കെ പണ്ട് തൊട്ടേ ഭയങ്കര സ്നേഹിച്ചിരുന്ന രണ്ടാൾക്കാരായിരുന്നു, റാഫിക്ക അതുപോലെ തന്നെ ഹരിശ്രീ അശോകൻ. റാഫിക്കയുടെ സിനിമകളെല്ലാം തന്നെ ഭയങ്കര ഹ്യൂമറായിട്ട് നമ്മൾ നെഞ്ചിലേറ്റിയ സിനിമയായിരുന്നു. അശോകേട്ടൻ അതിനൊരു എക്സ്പ്രഷൻസ് ഒക്കെ കൊടുത്തപ്പോൾ അത് വേറെ ലെവലായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിക്കകത്ത് അതുപോലെ എന്തെങ്കിലുമൊക്കെ പഴയ അങ്ങനെ എന്തെങ്കിലും ഹ്യൂമറോ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമോ? സിനിമ കണ്ടിട്ട് പറയുന്നതാണ്. കാരണം ഇപ്പൊ പറഞ്ഞ റെഫറൻസിലുള്ള സംഭവങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. കാരണം അത് ഞങ്ങളെ കൊണ്ട് അഭിനയിക്കാനും പറ്റില്ല. പിന്നെ അതുമല്ല, കണ്ട് തീർന്ന കാര്യങ്ങളല്ലേ, പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പടം തന്നെ എടുത്ത് വെച്ചാൽ പോരെ. അല്ല, ഇപ്പൊ ഹരിശ്രീ അശോകേട്ടനാണെങ്കിൽ പോലും ഭയങ്കര എക്സ്പ്രഷൻസ്. ഇപ്പം അർജുൻ അശോകൻ ഓഫ് കോഴ്സ് രോമാഞ്ചത്തിൽ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ക്യൂട്ട്നെസ് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എക്സ്പ്രഷൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമോ? രസമുള്ളൊരു പടമാണ്. അപ്പൊ അതില് കഥയോട് ഒത്തുപോകുന്ന രീതിയിലത്തെ ക്യാരക്ടേഴ്സ് വരുന്ന പടമാണ്. അപ്പൊ അതില് ത്രില്ലർ ഒരു സെക്ഷൻ ഉണ്ട്, കോമഡിയുള്ള പടമാണ്, സെന്റിമെന്റൽ ആയിട്ടുള്ള സീക്വൻസുകളുണ്ട്, പിന്നെ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്. എല്ലാം ചേർന്നൊരു പരിപാടിയാണ്. പടത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് എല്ലാം പോയേക്കണത്. അപ്പോൾ ഒരു ഫാമിലിക്ക് വന്നിട്ട് ഹാപ്പി ആയിട്ട് കണ്ട് എന്റർടൈൻഡ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു പടമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ഓക്കെ, അപ്പം മുബിൻ റാഫിയെ സംബന്ധിച്ച് ഫസ്റ്റ് മൂവിയാണ്. അപ്പോൾ ഇതിനു മുന്നേ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചു. അപ്പം ഈ ഡിറക്ഷൻസ് ഓൾറെഡി ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ അത് ആക്ടിങ്ങിന് ഹെൽപ്പ് ചെയ്തോ? ഞാൻ ആക്ച്വലി അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ചോദിച്ചപ്പോഴാണ് മാർച്ച് പറഞ്ഞു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് നോക്ക്. എന്നിട്ട് എന്താണ് ഈ ഫീൽഡ്, എന്താണ് ഇതിൻ്റെ വർക്ക് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്ക്, എന്നിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് ചോദിച്ചത്, പക്ഷെ അത് തന്നില്ല. അങ്ങനെ കുറച്ച് പടങ്ങൾ, 4-5 പടങ്ങൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറ ആനലൈസ് ചെയ്യുമല്ലോ, ഇങ്ങനെ കുറച്ച് നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാർ ആക്ടേഴ്സ് വന്ന് ഓരോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ഈസിയറാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഡെഫിനറ്റ്ലി കുറേ ടെക്നിക്കാലിറ്റീസിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു പരിപാടിയല്ല. നമ്മൾ വൺസ് പെർഫോം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അതൊരു വേറെ സംഭവം തന്നെയാണ്. അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ലേൺ ചെയ്തു? അഭിനയം അതുമായിട്ട് എന്തൊക്കെ പഠിച്ചു? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ലൈക്ക് മൊമെന്റ് എന്ന് പറയണ ഇൻ ദ മൊമെന്റ് ആവാനുള്ള കുറച്ച് കാര്യങ്ങൾ, സ്പോണ്ടേനിയസ് ആവാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഇതുണ്ടായിരുന്നു, നമ്മൾ അഭിനയിക്കണ മുകളിലേക്ക് തോന്നുമായിരുന്നു. പിന്നെ അതൊരു കുറച്ചും കൂടി നാച്ചുറൽ ആവാനുള്ള അങ്ങനത്തെ ഒരു കുറച്ച് അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രോസസ്സ് കുറച്ചൊക്കെ പഠിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. ഞാൻ ദേവികയിലേക്ക് വരികയാണ്. മകൾ റോളുകളാണ് കൂടുതലും, അല്ല 2 സിനിമയിലും ചെയ്യുന്നത്. ഞാൻ പ്രകാശനകത്തും മോളായിരുന്നു, അതുപോലെ തന്നെ മകൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തും. മകളിൽ നിന്നൊരു പ്രൊമോഷൻ കിട്ടി, ഒരു നായികയായിരിക്കുകയാണ്. അപ്പം എന്തായിരുന്നു ആ ഒരു സ്വിച്ചിങ്, മകളുടെ ക്യൂട്ട്നെസ് മാറി ഒരു നായിക ആയപ്പോൾ ഉള്ളൊരു മാറ്റങ്ങൾ? ആ ഒരു ഏജിൽ ആ ക്യാരക്ടേഴ്സ് ആയിരുന്നു കുറച്ചും കൂടി ആപ്റ്റ്. ഇപ്പോൾ ഒരുപാട് വയസ്സൊന്നും കൂടിയിട്ടില്ല, എന്നാലും എനിക്ക് സ്വിച്ച് എന്ന് പറയുമ്പോൾ
ഇൻ ദ വേ യു പോർട്രേ സംതിങ് ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. അത് ക്യാരക്ടറിന്റെ റോളിനെക്കാട്ടും ആ ടൈറ്റിലിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉള്ള പോലത്തെ കാര്യമാണ്. ഒരു മകൾ എന്ന് പറയുമ്പോൾ എന്നാലും ക്യാരക്ടർ ട്വീക്സ് ഉണ്ടല്ലോ. ഇപ്പൊ ടീന എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിലും അത്യാവശ്യം മെച്ചോർഡ് ആയിരുന്നു. ആ കുട്ടിയുടെ ഏജിന് അത്യാവശ്യം മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. എന്തൊക്കെ വാശി ഉണ്ടെങ്കിലും അതുണ്ടെങ്കിലും ഒക്കെ മകളിലെ അപ്പു ആണെങ്കിലും ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു മെച്ചോറിറ്റി ഉള്ള പോലത്തെ ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഇതിലേക്ക് വരുമ്പം പ്രൈമറിലി ഇവരുടെയൊക്കെ മോട്ടീവ് നിന്ന് മാറി ജാനകിയുടെ മോട്ടീവ് എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടി ഡിഫറെൻ്റ് ആണ്, ഇത്തിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ വേ ഓഫ് ആക്ഷൻ, കോഴ്സ് ഓഫ് ആക്ഷനും ഡിഫറെൻ്റ് ആണ്. പ്രയോറിറ്റീസ് മാറുമല്ലോ. ഒരു കുട്ടി എന്നുള്ള ഒരാളുടെ പ്രയോറിറ്റി എന്നൊരു വലിയ ആളുടെ പ്രയോറിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫറൻസ് ഉണ്ടല്ലോ. ആ ഒരു കാര്യം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ചെയ്യുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. എങ്ങനെ ഉണ്ടായിരുന്നു ജാനകി ബിബി കോമ്പിനേഷൻ? ബിബി ബേബി എന്ന് വിളിക്കും. ജാനകി ഹൈബി കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ജാനകി ഹൈബി ആദ്യം ഇനിഷ്യലി ഒരു ചെറിയ അടിയൊക്കെ ആയി തുടങ്ങണ പോലെ ആയിരുന്നു. ഭയങ്കര ഈസി ആയിരുന്നു ആ ഭാഗം അഭിനയിക്കാൻ. ഹൈബി എങ്ങനെ റൊമാൻറ്റിക് ആയിരുന്നോ? മുബിൻ ചേട്ടനോ? അല്ല, ഹൈബി റൊമാൻറ്റിക് ആണ്. ശരിക്കും എങ്ങനെയായിരുന്നു സെറ്റിലൊക്കെ മുബിൻ ചേട്ടനുമായിട്ടുള്ളൊരു? നമ്മൾ വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. മുബിൻ ചേട്ടനെ ബേസിക്കലി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് ഒരു കംഫർട്ട് ലെവൽ എത്തുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഭയങ്കര നൈസ് പീപ്പിൾ ആയിരിക്കുമല്ലോ. ലൈക്ക് യു ആർ എക്സ്ട്രീംലി നൈസ്, അങ്ങനെയാണല്ലോ. ആദ്യം ഞങ്ങളും അങ്ങനെയായിരുന്നു. പക്ഷെ കുറച്ച് നേരം കുറച്ച് ദിവസം വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ലെയറൊക്കെ പോയി. ഇപ്പം വി ആർ റിയലി ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക, അടി ഉണ്ടാക്കുക, ആ ഒരു പോയിന്റിലാണ് ഇപ്പൊ. അപ്പൊ പക്ഷെ എന്നാലും നല്ല മനുഷ്യനാണ് എന്ന് ഞാൻ ഇപ്പോഴും പറയാം. നല്ല മനുഷ്യനാണ്. മാളിലേക്ക് വരികയാണ്. ഇപ്പം ജോസഫിലാണെങ്കിലും അത്ര നല്ലൊരു എഫക്റ്റീവ് നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഇപ്പൊ തങ്കമണി റീസെന്റ് ആയിട്ട് ചെയ്തതിലൊക്കെ നല്ല. അപ്പം ഈ ഒരു സിനിമ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിക്കകത്ത് എന്താണ് ക്യാരക്ടർ മാളുവിന്റെ? ഇതിലും ഒരു നെക്സ്റ്റ് ഡോർ ഗേളിന്റെ ഒരു ക്യാരക്ടറാണ്. റസിയ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഫാമിലി ലൈഫാണ്. അപ്പോൾ അതിൽ വരുന്നൊരു സിറ്റുവേഷനിൽ ഈ പറഞ്ഞ പോലെ ഒരു എലമെന്റ് ഉണ്ട് വേർ ഐ ഓൾസോ ഫെൽറ്റ് അത് നന്നായിരിക്കും. എനിക്കത് കേട്ടപ്പോൾ ആ ഒരു ഇമോഷണൽ കണ്ടന്റ് എവിടെയോ ഉണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ചെയ്തു വന്നപ്പോഴും നന്നായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് എനിക്ക് മുമ്പ് ആദ്യം കേട്ടതിനേക്കാളും കുറച്ചും കൂടെ അതിൽ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പോൾ ദാറ്റ് മെയ്ഡ് മീ ഹാപ്പി. ത്രൂ ഔട്ട് മൂവിയിൽ ഒരു പോർഷനാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മൂവി മൊത്തത്തിലും രസകരമായ ഒരു ഫിലിം തന്നെയാണ്. അർജുൻ അശോകന്റെ അടുത്തേക്ക് വരികയാണ്. ഇപ്പം ജൂണിൽ ചെയ്ത സമയത്ത് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുന്നു, അല്ലെങ്കിൽ രജിഷേന്റെ അടുത്തൊന്നും സമ്മതിക്ക് എസ് പറയാന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പറയും ഓർത്തായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് വരത്തനിലേക്കൊക്കെ വരുമ്പം ഒരു നെഗറ്റീവ്, പിന്നെ ബിടെക്കിലെ കാണുമ്പോൾ പിന്നെ അങ്ങനെ സ്വീറ്റ്, അങ്ങനെ ഒരു സ്വിച്ചിങ്. ഇപ്പൊ പ്രേമയുഗം കാണുമ്പോൾ വേറൊരു. അപ്പം എങ്ങനെയാണ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഇത് പറഞ്ഞു തരുമ്പം എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ? ബേസിക്കലി കഥ വരുന്നത് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു പോയിന്റ് വരെ ദൈവം സഹായിച്ച് നല്ല ഭാഗ്യം പോലെയാണ് എനിക്ക് കുറെ ക്യാരക്ടേഴ്സ് വന്നു ചേർന്നത്. അപ്പൊ എന്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. പണ്ടത്തെ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ട് ഓരോ ക്യാരക്ടേഴ്സും മാറി മാറി ചെയ്യാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ ഒറ്റ ഒരു സ്റ്റീരിയോ ടൈപ്പ് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാനായിട്ട് താല്പര്യമില്ല നല്ല രീതി. അപ്പൊ അങ്ങനെ ഭാഗ്യത്തിന് കുറെ ക്യാരക്ടേഴ്സ് മാറി മാറി വന്ന് അത് നല്ല കുറെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ബേസിക് ക്ലാസ് എനിക്ക് കിട്ടിയത് പറവ എന്നാണ്. പറവ ചെയ്തപ്പോഴും ബിടെക് ചെയ്തപ്പോഴാണ് എനിക്ക് ബേസിക് ക്ലാസ് കിട്ടിയത്. അതിൽ നിന്ന് നേരെ പിന്നെ അമലേട്ട പടത്തിൽ വരുത്താൻ ചെയ്യാൻ ചാൻസ് കിട്ടി. അപ്പൊ വില്ലൻ എനിക്ക് പണ്ടോട്ട് ആഗ്രഹമുള്ളതാണ്. പക്ഷെ എന്റെ ഒരു രൂപം വെച്ചിട്ട് എനിക്ക് വില്ലൻ ചെയ്യാൻ പറ്റും അറിവുണ്ടായി. ഇഷ്ടമല്ല, കാരണം അങ്ങനത്തെ റോളൊക്കെ കിട്ടുമ്പോൾ അല്ല അങ്ങനെ അർജുൻ ചേട്ടൻ അങ്ങനെ ചെയ്യുന്ന നമുക്ക് എനിക്കൊക്കെ അല്ല അങ്ങനെ ചെയ്യുന്നു ഡെഫിനറ്റ്ലി. പക്ഷെ നമ്മളൊക്കെ ചെയ്താലും നെഗറ്റീവ് ചെയ്താലും ഒരു ഇന്നസെന്റ് ഫേസ് ഉണ്ട് നമുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടം നെഗറ്റീവ് ചെയ്യാനാണ്. കാരണം എന്നെ കൊണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഇന്നസെന്റ് ഫേസ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ട താല്പര്യമില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരു പോയിന്റ് അജഗജാന്തരം ചെയ്തപ്പോഴും എനിക്ക് കിട്ടിയ ഒരു ഫീൽ അതായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ജൂണിലുണ്ടായിരുന്ന അതേ ഒരു ലുക്കാണ്, ഏകദേശം അതേപോലത്തെ ഒരു ലുക്കാണ് ഇതിൽ. പ്രൊമോഷൻ കിട്ടി ഇവിടെ കോൺസ്റ്റബിളിൽ നിന്ന് SI ആയിട്ടുണ്ട്. ഇനി ചിലപ്പോ കമ്മീഷണർ ആകാൻ പോലീസ് ആവുന്നതും നല്ല രസമാണ്. പോലീസ് ആവണം. പോലീസ് ലുക്ക് സോ ഗുഡ്. ശ്വാസം പിടിച്ചടക്കേണ്ടി വരുന്നുള്ളൂ ഇൻഷോട്ടൊക്കെ. അപ്പൊ ഇതിനകത്ത് ജൂണിനകത്ത് ആയിരുന്നപ്പോഴും അതിലും പോലീസ് ആയിരുന്നെങ്കിലും സോ സ്വീറ്റ്. കോസ്റ്റ്യൂം പോലീസിന്റെ യൂണിഫോം ഇട്ടിട്ടില്ല. സോ സ്വീറ്റ് ആയിരുന്നു. അല്ലെങ്കിലും ഇതിൽ ആളൊരു പാവത്താൻ തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇയാൾക്കൊരു ഡാർക്ക് ഉണ്ട് പാസ്റ്റ്. അപ്പൊ അതില് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എല്ലാരോടും ഹാപ്പിയാണ്, സിൻസിയർ ആണ്. പക്ഷെ ചെറിയൊരു
കിളിപോയ സാധനം നടക്കും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് എല്ലാവർക്കും പറയാം, ഞാൻ അശോകേട്ടൻ്റെ കുറച്ച് മൂവി നെയിംസ് ആണ്. മൂവി നെയിംസിൽ അശോകേട്ടൻ്റെ ക്യാരക്ടർ ഏതാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. അർജുൻ ചേട്ടൻ പറയാം. CID മൂസ. തുരപ്പൻ. ബസി. പേര്? തുരപ്പൻ ബാസി അല്ലല്ലോ. അല്ല, തുരപ്പൻ. CID മൂസ. CID മൂസയില് തുരപ്പൻ കൊച്ചുണ്ണി. കൊച്ചുണ്ണി. ഉണ്ണി അവരൊക്കെ സഹായിക്കുന്നു. അടുത്തത് പഞ്ചാബി ഹൗസ്. രമൺ. രമൺ. ഞാൻ ആൾക്കാർ മൊത്തം പറയും. അതെ. അടുത്തത് പറക്കും തളിക. ഇതും സുന്ദര. തുറുപ്പുകുലാൻ. തുറുപ്പുലാനില് പേര് ഓർക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആണല്ലേ. ക്യാരക്ടർ ഓർമ്മ ഉണ്ടാവും, പക്ഷെ പേര് തുറുപ്പുകുലാൻ. തുറുപ്പുലാനില് ഡൗട്ട്ഫുൾ ആണ്. ശത്രു. ശത്രു അല്ല. ശത്രു. ഓ ശത്രു. മീശമാധവൻ. മീശമാധവനില് അശോകേട്ടൻ. സുഗുണൻ. ആ, correct, correct. സുഗുണൻ പോകരുതാ. പാണ്ടിപ്പടം. ബാസിഗർ. ബാസി. അതിന്റെ ബാസിഗർ ആണോ? പട്ടാഭിഷേകം. പട്ടാഭിഷേകത്തില് Yes. ഭാസ്കർ എന്തൊരു ഭൈരവൻ. ഭൈരവൻ. ഭാസ്കർ എന്നാണ് പറയുന്നത്. ഓക്കെ. റാഫിക്കാണ് ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അപ്പം ഒരുപാട് സിനിമകൾ, ഇപ്പം റാഫിക്ക സിനിമകൾക്ക് ജീവൻ കൊടുത്ത പാണ്ടിപ്പടയാണെങ്കിലും തെങ്കാശിപ്പട്ടണം ആണെങ്കിലും ഒരുപാട് സിനിമകളുണ്ട്. പഞ്ചാബി ഹൗസ്. അപ്പം ഇതിൽ മുബിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമ ഏതായിരിക്കും? പേഴ്സണൽ ഫേവറേറ്റ്? എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സൂപ്പർമാൻ ആണ്. അതങ്ങനെ അത് സീൻ പാടാണ്. ക്ലൈമാക്സ് ആയാലും വെറുതെ സീനാണത്. അത് പക്ഷെ അങ്ങനെ വാപ്സിൻ്റെ ഹിറ്റ് പടങ്ങളുടെ ലിസ്റ്റിൽ അത് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കൊച്ചിൻ ഹനീഫ. അതെ, അലക്കൻ ക്യാരക്ടറാണ് കൊച്ചിൻ. ഏതെങ്കിലും സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇറങ്ങണം എന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്? ഇപ്പം പഴയ പഞ്ചാബി ഹൗസ്, തെങ്കാശി, നമുക്ക് ഒരുപാട് ആഗ്രഹമുള്ള സിനിമകളുണ്ട്. അപ്പം ഇതിന്റെ ഏതെങ്കിലും ചെയ്ത് മിക്കതിന്റെയും സെക്കൻഡ് പാർട്ട് ഇറങ്ങിയാൽ കൊള്ളാന്നൊരു ആഗ്രഹമുണ്ട്. കുറെ നല്ല ആർട്ടിസ്റ്റുകൾ അവരെന്നെ ചെയ്യണമല്ലോ. അപ്പൊ അത് ആ ഒരു ബേസ് കാര്യം നോക്കുമ്പോ പഞ്ചാബി ഹൗസിന്റെ ഒരു സീക്വൽ ആലോചിക്കുമ്പോൾ അതിൽ മുതലാളിയില്ല. ആഗ്രഹമുണ്ട് ഇതിൻ്റെയൊക്കെ അടുത്ത പാർട്ട് കാണണം എന്നുള്ളത്. പക്ഷെ അത് പോസിബിൾ ആണോ എന്നറിയില്ല. ഞാൻ മാളുവിലേക്ക് വരികയാണ്. ഇപ്പം സിനിമ കൂടാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പം എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയ ഇപ്പം ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ മാളു തന്നെയാണോ? ഡാൻസ് കോണ്ടന്റ്സ് ഒക്കെ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിനും കൂടി സമയം കണ്ടെത്തുന്നത് ഷൂട്ടിനിടയ്ക്കൊക്കെ തന്നെയാണോ? അല്ല, എനിക്ക് അങ്ങനെ തോന്നുമ്പോഴൊന്നും മാത്രം. അങ്ങനെ കണ്ടെത്തിയിടല് കുറവാണ്. എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഇടും. അത് ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു ദിവസം അടുപ്പിച്ചിടും. അതിനെ ആരെങ്കിലും അത്രയും പ്രഷർ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇടലുള്ളൂ എന്ന് മാത്രം. അതുപോലെ മാളുവിന്റെ ഇപ്പം ഓരോ പോസ്റ്ററുകൾ കണ്ടാലാണെങ്കിലും ഇപ്പം കോസ്റ്റ്യൂംസിന് കൊടുക്കുന്ന ഒരു ഇതും അല്ലെങ്കിൽ ഗ്ലാമർ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഓരോ പോസ്റ്റിലും വരാറ്. അപ്പം ഇതൊക്കെ കോസ്റ്റ്യൂംസ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നതൊക്കെ മാളു തന്നെയാണോ? മേക്കപ്പില് അല്ലെങ്കിൽ ഹെയറിൽ ഞാൻ പറയും ഇന്ന റെഫറൻസ്. കോസ്റ്റ്യൂമിന്റെ എനിക്ക് അത്ര ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്റ്റ് ചെയ്യാൻ പറയും. പലരും പുറത്തും ലൈക്ക് എനിക്ക് ഇപ്പോൾ സ്റ്റൈലിസ്റ്റ് ആയാലും ഇപ്പോൾ മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ അവർ എനിക്ക് പറയാറുണ്ട് മേ ബി ഇത് ട്രൈ ചെയ്യണം, ഇത് ട്രെൻഡിങ് ആണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. എനിക്കും കൂടെ ഓക്കെയാണ്, കംഫർട്ടബിൾ ആണെന്ന് വെച്ചാൽ ട്രൈ. അതുപോലെ തന്നെ ഞാൻ അർജുൻ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തപ്പോൾ എന്തൊരു ലെസൺ ആണ് പഠിച്ചത്? എന്താണ് അല്ല എന്തൊരു കാരണം ആ ഒരു സിനിമ ബ്രഹ്മയുഗം എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രഹ്മയുഗത്തിൽ മമ്മൂക്കിനെ സ്വന്തമായിട്ട് കിട്ടിയ പോലെ ആയിരുന്നല്ലോ. ഉണ്ടായാലും അങ്ങനെ തന്നെയായിരുന്നു. ഉണ്ടാകുന്ന പടം ചെയ്യുമ്പോഴും നമുക്ക് ഇത്ര ആൾക്കാർക്ക് മമ്മൂക്കിനെ സ്വന്തമായിട്ട് കിട്ടിയ അവസ്ഥയായിരുന്നു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് അത് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമല്ലേ. അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ്. കാരണം സിനിമയിൽ വരാനായിരുന്നു ആദ്യം കൊതിച്ചത്, പിന്നീട് ഇത്രയും നല്ല ലെജൻസിനോട് അഭിനയിക്കാനായിരുന്നു ആഗ്രഹം. അപ്പൊ അങ്ങനെ ഓരോ സ്വപ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സന്തോഷം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമുക്കത് ഷെയർ ചെയ്യാൻ അത് ഒരു ഫീൽ ചെയ്ത എക്സ്പീരിയൻസ് അല്ലേ. അപ്പൊ അത് എത്രത്തോളം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കൺവേ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ബ്രഹ്മയുഗം തന്നെ പടത്തിൽ ആകെ ഉണ്ട പ്രശ്നം വെച്ചാല് മമ്മൂക്കയുടെ ക്യാരക്ടർ അറിയുന്നില്ലേ. അപ്പൊ ആ ഒരു ക്യാരക്ടറിന്റെ ഒപ്പം അല്ലെങ്കിൽ അതിന്റെ കൂടെയെങ്കിലും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക. ഡയറക്ടർ ആൻഡ് റൈറ്റർ രാഹുലേട്ടൻ. രാഹുലേട്ടൻ എഴുതിയത് അത് പ്രോപ്പർ അല്ലെങ്കിൽ അതിന്റെയെങ്കിലും ഏതെങ്കിലും അടുത്ത് വരുന്ന രീതിയിൽ പോർട്രേ ചെയ്യാൻ പറ്റിക്കുന്ന അതാണ് നമ്മളുടെ അവാർഡ് കിട്ടിയൊരു. അതുപോലെ തന്നെ ഇപ്പം ആസിഫിക്ക എനിക്ക് തോന്നുന്നു ബിടെക്കിൽ ഭയങ്കര ഒരു. ഞങ്ങൾ ആദ്യം മന്ദാരമാണ് ചെയ്യുന്നത്. അതിന് പരിചയമുണ്ട്, പക്ഷെ മന്ദാരം ചെയ്യുമ്പോഴാണ് പരിചയം കൂടുന്നത്, റിക്കേന്റെ സ്ഥാനത്തേക്ക് എത്തുന്നത്. പിന്നെ ബിടെക് ചെയ്തപ്പോ അത് അങ്ങോട്ട് പൂർത്തിയായി. അപ്പൊ സൗബിക്കാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത്. പറവ എന്ന പടത്തിൽ ഒരു സ്റ്റാർട്ടിങ് എന്നൊരു ആക്ടർ ഉണ്ട് എന്ന് കാണിച്ചെന്നത് സൗബിക്കാണ്.
ഓക്കെ. അതുപോലെ തന്നെ ഇതിനകത്ത് പാട്ടുകൾക്ക് ഭയങ്കര വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എനിക്ക് തോന്നുന്നു ഒരുപാട് പാട്ടുകൾ പ്രേക്ഷകർക്ക് കൊടുക്കുന്നുണ്ട്. പാട്ടുകളെല്ലാം യൂട്യൂബിൽ ഇറങ്ങിയപ്പോൾ തന്നെ, അതായത് 5 മിനിറ്റുള്ള സോങ്ങിൽ കൂടെ തന്നെ മുബിനെ അത്രയധികം പ്രേക്ഷകർ ഏറ്റെടുത്തതായിരുന്നു കല്യാണപ്പാട്ടൊക്കെ. അപ്പോൾ ആ ഒരു സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, ആ പാട്ടും വൈബൊക്കെ? നിങ്ങൾ എല്ലാവരും ആ പാട്ടിനകത്ത് വരുന്നുണ്ട് ആ കല്യാണപ്പാട്ടിൽ? ഞാൻ ഇല്ല, കണ്ടില്ലല്ലേ. അർജുൻ ചേട്ടനെ മിസ് ചെയ്തു. അത് ഞാൻ എടുത്ത് പറയാൻ വേണ്ടി. കണ്ടിട്ടില്ല, അർജുൻ ചേട്ടൻ ഇല്ലാത്തത് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. പാട്ട് കണ്ടിരുന്നു. നല്ല രസമുള്ള കണ്ടേ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന ആ പാട്ടല്ലേ? കണ്ടു കേട്ടു മനസ്സിലായി. ആ കേട്ടു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബൃന്ദ മാസ്റ്റർ ആണ് കൊറിയോഗ്രാഫ് ചെയ്തത്. അപ്പോൾ മാസ്റ്റർ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര അത്രയും ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ അത്രയും ഫാനായിരുന്നു മാസ്റ്റർ എല്ലാ മൂവീസും. അപ്പോൾ പേടിയായിരുന്നു എന്താണ് എങ്ങനെയാണ് ചെയ്യാൻ. അപ്പോൾ മാസ്റ്റർ ഞങ്ങൾ ഡാൻസ് പഠിച്ചിട്ടൊക്കെ ഉണ്ട് കുറച്ച്, പക്ഷേ മാസ്റ്റർ ചോദിച്ച ഡാൻസ് കളിക്കും. മാസ്റ്റർ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം മാസ്റ്റർ കളിപ്പിച്ച് നോക്കി. അപ്പോൾ കുഴപ്പമില്ല, കളിക്കും, പോയി കളിച്ചു. പിന്നെ മുബിൻ ചേട്ടൻ്റെ കയ്യിലായിരുന്നു ആ സോങ്ങിൻ്റെയും ഡാൻസിൻ്റെ ഒക്കെ വെയിറ്റ്. അപ്പോൾ എനിക്ക് മാളുവിനകത്ത് ഡാൻസ് ചെയ്യാനേ പറ്റിയിട്ടില്ലല്ലേ? അതൊരു വിഷമമുണ്ട്. ഇത്ര ഡാൻസ് ആയിട്ട് നമ്മൾ ഡാൻസ് എക്സ്പെക്ട് ചെയ്തു, പക്ഷെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അല്ല, ലാസ്റ്റ് എൻഡിൽ പോർഷൻ വരുമ്പോ ഉണ്ടായിരുന്നു. എനിക്ക് അത് തോന്നുന്നു ലാസ്റ്റ് എന്റെ നിന്നുകൊണ്ടുള്ള ആട്ടം കണ്ടിട്ട് ലാസ്റ്റ് ബൃന്ദ മാസ്റ്റർ സൈയിട്ട് പറഞ്ഞാണോ എനിക്കറിയില്ല. ആ കുട്ടിയെ ലാസ്റ്റ് ഇടാൻ അല്ല, ക്യാരക്ടർ വൈസ് മണവാട്ടി എന്നുള്ള ആ ഒരു കൺസെപ്റ്റില് നിർത്തിയെന്ന് മാത്രം. ബട്ട് ഐ എം ഹാപ്പി. എനിക്ക് പറഞ്ഞ പോലെ ദേവ് പറഞ്ഞ പോലെ ആസ് എ ഡാൻസർ കൂടി ആകുമ്പോൾ ഞാനും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്രയും വലിയ ഒരു കൊറിയോഗ്രാഫിന്റെ കൂടെ എന്തെങ്കിലും വർക്ക് ചെയ്യാന്നുള്ളത്. അതപ്പോ ഇതിലൂടെ നടന്നപ്പോ ഒരുപാട് സന്തോഷം. ഞാനവിടെ സ്റ്റെപ്പൊക്കെ തെറ്റിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനല്ലോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ ദിവസം നൈറ്റ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് ഇതിന്റെ ഇടയിലാണെങ്കിൽ ഡാൻസ് ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ക്രൗഡൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എക്സ്ട്രാ ടേക്സ് ഒക്കെ പോകും. കാരണം എല്ലാ എലിമെന്റ്സും ഒരുമിച്ച് വരണ്ടേ. പക്ഷെ എത്ര ടയറിംഗ് ആണെങ്കിലും അത്രയും എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഈ സിനിമ ഫുള്ളും കൊച്ചി, ഷൂട്ട് ലൊക്കേഷൻ മുഴുവൻ കൊച്ചി ആയിരുന്നല്ലേ? കാരണം ട്രെയിലർ നോക്കിയപ്പോഴും നമുക്കൊക്കെ അറിയാവുന്ന കുറെ സ്ഥലങ്ങൾ കൊച്ചിയിലെ തന്നെ. എത്ര ദിവസം എടുത്തു? 80 ഡേയ്സ് ഷൂട്ട്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊച്ചിയെ കുറിച്ചാണ് ചോദിക്കാൻ വന്നത്. കൊച്ചി റൗണ്ടാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്നല്ലേ? കൊച്ചി. ഓക്കെ. ഈ കൊച്ചിയിലെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ഏതാണ് അർജുൻ ചേട്ടാ? ഹൈക്കോടതി ബാക്കിലെ ചാളപ്പൂര്, രണ്ടാമത്തേത് ബർഗർ ജംഗ്ഷൻ, പിന്നെ കുറെ ഉണ്ട് കൊച്ചിയല്ലേ. അതാ ഞാൻ ചോദിച്ചത്, മാളുവിന്റെ ഫേവറേറ്റ് സ്പോട്ടോ കൊച്ചിയില്? അയ്യോ, എനിക്ക് അങ്ങനെ അധികമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ പഞ്ചാബി ഹൗസ്, എന്റെ വീട്. അർജുനേട്ടൻ സ്ഥിരം പുറത്തുനിന്നൊക്കെയാണ് ഫുഡ് കഴിക്കാറൊക്കെ, അതോ ഇങ്ങനെ ചൂസ് ചെയ്ത് തന്നെയാണോ പോവാറ്? എല്ലാവരും ഇപ്പൊ പൊതുവെ എല്ലാവരും അങ്ങനെയല്ലേ. കാരണം അത്രത്തോളം ഇൻസ്റ്റാഗ്രാം പേജസ് ഒക്കെ ഉണ്ട് നമുക്ക് സെർച്ച് ചെയ്ത് കഴിക്കാനായിട്ട്. അത്രത്തോളം ഷോപ്സും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കി പോയി കഴിക്കാലോ. നമുക്ക് വേണ്ടി തന്നെ തുറന്നു വെച്ചേക്കണല്ലേ. അതെ അതെ. ദേവികയ്ക്ക് ഏതായിരിക്കും? ഞാന് എന്റെ ബേസിക് പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ വെജിറ്റേറിയൻ ആണ്. അപ്പോ പുറത്തുപോയി ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോൾ ഓപ്ഷൻസ് കുറവാണ്. ആര്യാസ്, ബൃന്ദാവൻ. അതെ, ഞങ്ങള് ബൃന്ദാവനില് ദോശ കഴിക്കാൻ ഷൂട്ട് കഴിഞ്ഞ് രാവിലെ. ഭയങ്കര നല്ല അടിപൊളി ദോശ. അത് ഫുഡ് എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എന്നാലും അങ്ങനെ തേടിപ്പിടിച്ച് കഴിക്കുന്ന ശീലമില്ല. കാരണം ഒന്നാമത് വെജിറ്റേറിയൻ ആയതുകൊണ്ട് കേരളത്തിലെ ഓപ്ഷൻസ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും കൊച്ചിയിൽ വരുമ്പം പോണത് ഫ്രഞ്ച് ടോസ്റ്റ് പോവും, പന്തൽ. പിന്നെ ഞാൻ ഈ അടുത്ത് ഷെഫ് ദി ബാങ്കോക്കിൽ പോയി. റിയലി ഗുഡ് തായ് ഫുഡ്. റീസെന്റ് സമ്മർ ടൗൺ നല്ലതാണ്. സമ്മർ ടൗൺ റെസ്റ്റോ കാഫേ. നമിത പ്രമോദിന്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ഏതായിരിക്കും കൊച്ചിയിൽ തന്നെ? വൺ ഓഫ് ദി ബെസ്റ്റ്? ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി എല്ലാവർക്കും ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി വൈപ്പിൻ, ഫോർട്ട് കൊച്ചി കാക്കനാടക്കാലാണ്. ഫോർട്ട് കൊച്ചിയിൽ ഒരുപാട് ഉണ്ട് ചെയ്യാൻ വേണ്ടി. കേരള കഥകളി സെന്റർ ഒക്കെ. കൊച്ചി പകലാണോ പൊളി, അതോ രാത്രിയിലാണോ പൊളി? രാത്രി നൈറ്റ് വൈബ് ആണ് കൊച്ചിക്ക്. രാവിലെ പൊളിയാണ്. സൺറൈസ് മോർണിംഗ് വാക്സ് ഒക്കെ കൊച്ചി ഭയങ്കര രസമാണ് ഫോർട്ട് കൊച്ചിയിലുള്ള. അല്ലേ? അതെ. ഏതാണ്? രാവിലെ ഭയങ്കര ബ്ലോക്ക് ആണ്. സൺറൈസ് ഉള്ള സമയം പറഞ്ഞ അല്ല, ഞാൻ പറഞ്ഞത് കൊച്ചി രാവിലെയാണോ രാത്രിയാണെന്ന് ചോദിച്ചപ്പോ രാവിലെ രണ്ടും പൊളിയല്ലേ. സൺറൈസിലെ ബീച്ചിൽ പോയി കാണാൻ അടിപൊളിയാ. സെലിബ്രിറ്റി ആയതിനു ശേഷം കൊച്ചി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ എനിക്കും പ്രശ്നം അല്ല, ക്രൗഡ് ഒക്കെ ഇപ്പം അർജുൻ ചേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ ഫാൻസ് ഒക്കെ വന്ന് പൊതിയില്ലേ? അപ്പം ഞാൻ മറ്റേ മധുരമുള്ള ഒരു പ്രശ്നമില്ല. അവര്
പക്ഷെ നമ്മൾ ഇത് ഒരു പോയിന്റ് ആഗ്രഹിച്ചാണ് ലൈഫിൽ ഇങ്ങനെ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുക, വന്നും കൂടെ സെൽഫി എടുക്കുക എന്നുള്ളത്. അതിന് സന്തോഷമല്ലേ പെടണ്ടേ? അപ്പൊ നമ്മൾ സ്ഥലത്തിറങ്ങുമ്പോ അവരൊന്ന് സെൽഫി എടുക്കുമ്പോ കൂടെ ഒന്ന് സെൽഫി എടുക്കുക. മാളു പറ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ല സെലിബ്രിറ്റി ആയതിനു ശേഷം? അർജുൻ ചേട്ടൻ പറയൂല, അത് മാള് അല്ല എനിക്കങ്ങനെ വലിയ ചേഞ്ച് ഒന്നുമില്ല. അല്ല അങ്ങനെയല്ല, ഇപ്പൊ ഓരോ സെലിബ്രിറ്റീസ് ഒക്കെ കണ്ട മാസ്ക് അല്ല ഉള്ളതാ. അല്ല ഞാനിപ്പോ മുമ്പും അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോഴും പോണം എന്നുള്ള സെലിബ്രിറ്റി ഒരു സ്റ്റാർഡം കിട്ടിയതിന് ശേഷം ശരിക്കും അങ്ങനെ ആൾക്കാർ അങ്ങനെ ഹാപ്പി അല്ലേ? നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ആൾക്കാരെ നമ്മളൊന്ന് കാണുമ്പോൾ സംസാരിക്കുക, കഴിഞ്ഞ പടം അടിപൊളിയായിരുന്നു, പ്രമുഖം കലക്കി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം. അത് മിസ് ചെയ്യണം എന്തിനാ? കൊച്ചിയിലെ മറക്കാൻ പറ്റാത്തൊരു മെമ്മറി, ഇപ്പം ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ള ഏറ്റവും ഒരു സ്പെഷ്യൽ മെമ്മറി ദേവിക? എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചി പോയി സൈക്കിളൊക്കെ എടുത്ത ഒരു ദിവസം ഫുൾ അതിലിതിലേക്ക് സൈക്കിളൊക്കെ ഓടിച്ചു, മ്യൂസിയത്തിലൊക്കെ പോയി. എനിക്കിഷ്ടമാണ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും കാണാനും സ്ഥലം കാണാനൊക്കെ. അതേപോലെ തന്നെ അമ്മയുടെ കൂടെ ഒരിക്കൽ ഷൂട്ടിൻ്റെ ഇടയിൽ തന്നെ ഒരു ദിവസം 2 ദിവസം ബ്രേക്ക് ഉണ്ടായപ്പോൾ ഞങ്ങൾ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി കുറേ ആൻറ്റീക് ഷോപ്സ് ഒക്കെ ഉണ്ട്, ഗ്രാമഫോൺസും റെക്കോർഡ്സും അങ്ങനത്തെ ആൻറ്റീക് വാച്ചസ്, പിന്നെ റേഡിയോ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ള കുറേ ഷോപ്സ്, പിന്നെ കുറേ ആൻറ്റീക് ജൂവൽസ് ഉള്ള ഷോപ്സ്. അതൊക്കെ ഇങ്ങനെ നടന്ന് കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അമ്മയുടെ കൂടെ ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയി എല്ലാ സ്ഥലവും കണ്ടു ഒരു ദിവസം. അത് നല്ല എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ അതും ഇവരെന്നെ കളയാകും, കാരണം മുബിൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് ഞങ്ങൾ ഫോട്ടോ വെച്ച് പോയി സൈക്കിളൊക്കെ ചവിട്ടി. മുബിൻ ചേട്ടൻ ഏതായിരിക്കും ഫേവറേറ്റ് പ്ലേസ് അല്ലെങ്കിൽ മെമ്മറി? പടം ഷൂട്ട് തുടങ്ങിയത് കൊച്ചിയിൽ വെച്ചിട്ടാണല്ലോ. അർജുൻ ചേട്ടനോ? പിന്നെ കുറെ പോലീസ് നോക്കിയ പരിപാടികൾ. ഓക്കെ, മാളു ഏതാണ് ഫേവറേറ്റ് മെമ്മറി കൊച്ചിയിലെ? മെമ്മറി എനിക്ക് അല്ല, ഞാൻ ഇത് കേട്ടപ്പോ ഞാൻ പോലീസ് വെക്കുമ്പോ അവരെന്തായാലും അവസാനം ഫ്രീ ആയിട്ട് വിടുമല്ലോ, അപ്പൊ അത് സന്തോഷമുള്ളൊരു. എന്തിനൊക്കെ പോലീസ് ബുക്ക് ചെയ്ത്? അത് നിങ്ങൾ അറിയണം. എനിക്കറിയില്ല. ഫേവറേറ്റ് മെമ്മറി കൊച്ചി? എനിക്ക് ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം, എന്താണെന്ന് അറിയില്ല, കൊച്ചിയിൽ ഷൂട്ട് നടക്കുമ്പോ. ഓക്കെ ഓക്കെ. എനിവേ എനിക്ക് തോന്നുന്നു വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ഒരു കൊച്ചി ബേസ്ഡ്, കൊച്ചിക്കാർക്കെല്ലാം ഇഷ്ടമുള്ള കുറേ പ്ലേസുകളും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാവർക്കും കൊച്ചി പ്ലേസും ഇഷ്ടമാണ്, സിനിമയും ഇഷ്ടമാകും. അപ്പം ലാസ്റ്റായിട്ട് അതായത് അതിനകത്തെ കല്യാണപ്പാട്ട് ഭയങ്കര, ഞാൻ ഒന്നുകൂടി പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാരും കൂടി അതൊന്ന് പാടും. കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവെന്ന് പെണ്ണേ നല്ല രസം ഉണ്ടായിരുന്നു. മാളു ആൻഡ് ദേവിക. പാവം തുടങ്ങി, കിട്ടിയില്ല. അർജുൻ ചേട്ടനും മുബിൻ ചേട്ടൻ നന്നായിട്ട് ട്യൂൺ ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് താളം പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ കമ്പോസ് ചെയ്ത പാട്ടാണ്. നന്നായിട്ട് താളം പിടിച്ചിട്ടുണ്ട്. എനിവേ എല്ലാവരും എന്താണ് ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത്? വൺസ് അപ്പോൺ എ ടൈം കൊച്ചി അങ്ങനെ എത്തുകയാണ്, പ്രേക്ഷകരിലേക്ക് എന്താണ് പറയാനുള്ളത്? ഓക്കെ, എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം. കാരണം സിനിമ തിയേറ്റർ വാച്ചാണ്. അപ്പോൾ ഇതിന്റെ പൂർണ്ണതയോടെ കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം. ഏത് പടമായാലും ഇപ്പോൾ തിയേറ്ററിൽ മിസ് ചെയ്യരുത്. ഇതൊരു ഫാമിലി എന്റർടൈനർ ആണ്. എല്ലാ ഇമോഷൻസും പറഞ്ഞു പോകുന്ന ഒരു പടമാണ്. എല്ലാവരും ബോറടിപ്പിക്കില്ല എന്ന് 100% ഉറപ്പാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുക. റിവ്യൂസ് എന്തായാലും ഞങ്ങളെ നേരിട്ട് അറിയിക്കുക, ഇൻസ്റ്റഗ്രാം വഴി അല്ലെങ്കിൽ മെസ്സേജസ് വഴി അറിയിക്കുക. ഞങ്ങൾ പോരായ്മയുണ്ടെങ്കിൽ അടുത്ത പടത്തിൽ എന്തായാലും അത് ഓവർകം ചെയ്ത് അത് ക്ലാരിറ്റി ആക്കി ക്ലിയർ ചെയ്ത് നല്ല രീതിക്ക് വരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.